ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് n ചാർജസ് എന്താണെന്ന് കാണാൻ പോകണം. ശ്രദ്ധിക്കുക, ഇൻ സ്പേസ് വി ഹാവ് എ നമ്പർ ഓഫ് ചാർജസ് q1, q2, q3 എക്സെട്ര അപ് ടു qn അറ്റ് ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഷോൺ. ഇവിടെ ആർ പി വൺ എന്ന് പറഞ്ഞാൽ 1 നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ആർ പി വൺ. അതുപോലെ പിയുടെ 2 നിന്നുള്ള ഡിസ്റ്റൻസാണ് ആർ പി ടു. അതുപോലെ ബാക്കിയില്ല, അതവിടെ കാണിച്ചിട്ടുണ്ട്. പിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ഓൾ ദീസ് ചാർജസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇപ്പോൾ ഫസ്റ്റ് ചാർജ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഫസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ബൈ V1. V1 എന്നെടുക്കാം. V1 ഈക്വൽസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് P ഫ്രം Q1, ദറ്റ് ഈസ് ഇറ്റ് ഈസ് RP1. Similarly, we can write V2 equals 1/4πε0 into Q2 divided by the distance of the point P from the charge Q2 and so on. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Vn എന്നെടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 into Qn divided by Rpn. So the potential at P is given by the sum. ഇതെല്ലാം സ്കെയിലേഴ്സ് ആണ്, വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് സ്കെയിലേഴ്സ് ആണ്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു സം ഓഫ് ദീസ് പൊട്ടൻഷ്യൽസ്. ദാറ്റ് മീൻസ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഗിവൺ ബൈ വി ഈക്വൽസ് V1 plus V2 plus V3 plus etc plus Vn equals 1/4πε0 into Q1 divided by Rp1 plus 1/4πε0 into Q2 divided by Rp2 plus etc plus 1/4πε0 into Qn divided by Rpn. ഇതായിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. സം ഓഫ് ദ പൊട്ടൻഷ്യൽസ് ആയിരിക്കും. ഓക്കെ, പ്രിയമുള്ള കുട്ടികളെ, ഇനി നമ്മൾ ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് പരിശോധിക്കാൻ പോകണം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ ചാർജ് സ്ഫെറിക്കൽ ഷെൽ ഈസ് ദ സെയിം ആസ് ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് ഇറ്റ് സെൻറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ഇതിൽ നിന്ന് ആറുന്ന ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ചാർജ് സെൻറ്ററിലിരിക്കുമ്പോൾ എത്രയായിരിക്കുമോ അത് തന്നെയാണ്, ഒരു പോയിൻ്റ് ചാർജ് ഉണ്ടാകുന്ന അത് തന്നെയാണ്. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് ചാർജ് Q ആണെങ്കിൽ Q കൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ Q എടുത്ത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീൽഡ്? അത് തന്നെയായിരിക്കും. അതുകൊണ്ട് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ് ഇതിൻ്റെ കേസിലുള്ളത്, ഒരു ഇലക്ട്രിഫൈഡ് ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ ഉള്ളത് അതായിരിക്കും. അതുകൊണ്ട് ഈ പി എന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോയിൻ്റ് ചാർജിൻ്റെ കേസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അതേ വാല്യൂ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് spherical shell having charge Q is given by V equals 1/4πε0 into Q divided by R. ഇതാണ് potential due to the spherical shell. Now if the point P is on the surface of the shell, then the potential becomes V equals 1/4πε0 into Q divided by R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്, അത് ക്യാപിറ്റൽ R ആണ്. ഇതായിരിക്കും പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. നമുക്കറിയാം ഇതിനകത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എനി പോയിൻ്റ് ഇൻസൈഡ്
ഈസ് തിയറിറ്റിക്കലി 0. അത് 0 ആയിരിക്കും. സോ ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഇൻസൈഡ് ദ ഷെൽ വിൽ ബി 0. അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇതാണെങ്കിൽ അതിനകത്തേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്നവർക്ക് 0 ആയതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യലും ഇതുമായിട്ട് വ്യത്യാസമില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇതേ പൊട്ടൻഷ്യൽ തന്നെ ഈ പോയിൻറ്റിൽ, അതേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും ഈ പോയിൻറ്റിൽ. അങ്ങനെ പോയിൻറ്റ്സ് പലതെടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോയിൻറ്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ ഓഫ് ദ ചാർജ് ഷെൽ വിൽ ബി ദ സെയിം, ഈക്വൽ ടു 1/4 pi epsilon 0 q by r at every point on the surface and also inside the shell. ആ ഷെല്ലിൻ്റെ കേസിൽ ഈ ഷെല്ല് തന്നെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ വോളിയം ആണെന്ന് പറയാൻ പറ്റും. എല്ലാ പോയിൻറ്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലായ v is equal to 1/4 pi epsilon 0 into q by r തന്നെയായിരിക്കും. ഓക്കെ, കുട്ടികളെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമ്മൾ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫീൽഡിനെ വേറൊരു രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കൺസെപ്റ്റാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ആ പേര് തന്നെ പറയുന്നുണ്ട്, ഈക്വൽ പൊട്ടൻഷ്യലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഈ സർഫസ് എന്ന്. So, an equipotential surface is defined as an imaginary surface in which the potential at every point remains the same. Is the same. Potential എന്ന് പറയുന്നത് എല്ലാ പോയിൻറ്റ്സും സെയിം ആയിരിക്കുന്ന ഒരു സർഫസ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ പോയിൻ്റ് ചാർജ് എടുത്തിരിക്കുന്നു. ആ പോയിൻ്റ് ചാർജിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് നമുക്കറിയാം, റേഡിയൽ ഫീൽഡ് ലൈൻസാണ് വരുന്നത്. ഇങ്ങനെയുള്ള പോയിൻ്റ് ചാർജിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം. പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഈസ് ഗോൺ ബൈ v ഈക്വൽസ് 1/4 pi epsilon 0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ r. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് ദ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് ഇവിടെ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് r എന്ന ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ എന്താണോ അത് എല്ലാ പോയിൻറ്റിലും, അതേ ഡിസ്റ്റൻസുള്ള എല്ലാ പോയിൻറ്റിലും സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ഗോൺ ബൈ v is equal to 1/4 pi epsilon 0 into q by r. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ അതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസുള്ള എല്ലാ പോയിൻറ്റിനും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ സ്ഫിയർ വിത്ത് ദ ചാർജ് അറ്റ് ഇറ്റ് സെൻറ്റർ. അപ്പോൾ ഈ ചാർജിൻ്റെ കേസിൽ ഇവിടെ കുറേ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ഫിയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് ഒരു പ്രത്യേക ഡിസ്റ്റൻസുള്ള എല്ലാ പോയിൻറ്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് ആ ഒരു സ്ഫിയറിലെ എല്ലാ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് കണക്കാക്കാവുന്നതുകൊണ്ട് അതാണ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. വേറൊരു റേഡിയസ് എടുക്കുകയാണെങ്കിൽ വേറൊന്ന് വരയ്ക്കാൻ പറ്റും. അങ്ങനെ എത്ര വേണമെങ്കിലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് ഈ പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ വരയ്ക്കാൻ പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് പോയിൻ്റ് ചാർജ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ ബി spheres, a number of spheres, concentric spheres ആയിരിക്കും വിത്ത് ദ ചാർജ് അറ്റ് ദെയർ കോമൺ സെൻറ്റർ. ആ സ്ഫിയേഴ്സിൻ്റെ കോമൺ സെൻറ്ററിലായിരിക്കും ചാർജ് ഇരിക്കുക. ഇതാണ് ഒരു പോയിൻ്റ് ചാർജിനെ സംബന്ധിച്ച് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ഫീൽഡ് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഫീൽഡ് ലൈൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കേസിൽ നമുക്കറിയാം, ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പാരലൽ ആൻഡ് ഇക്വി ഡിസ്റ്റൻറ്റ്. അങ്ങനെയുള്ള ഫീൽഡ് ലൈൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ലൈൻസ് ആർ പാരലൽ. ഇൻ ദിസ് കേസ് ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ ബി പ്ലെയിൻസ് പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻസ്. അപ്പോൾ ഇത് രണ്ടും ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. എത്ര വേണമെങ്കിലും നമുക്ക് പ്ലെയിൻസ് വരയ്ക്കാൻ പറ്റും പാരലായിട്ട്. അതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. So, what is an equipotential surface? It is an imaginary surface in which the potential at every point remains the same or is a constant. ഇനി ഇവിടെ ഒരു ഐസൊലേറ്റഡ് ചാർജാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഐസൊലേറ്റഡ് ചാർജിന് പകരം ഇതിനടുത്ത് വേറൊരു ചാർജ് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡൈപോളിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്.
ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനടുത്ത് ഒരു നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു സ്ട്രക്ചർ? അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു സർഫസ് നമ്മൾ എടുക്കുക. ഈ സർഫസിന് എന്ത് സംഭവിക്കും നമുക്ക് ആലോചിക്കാം. ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് എന്താണോ അതേ ഡിസ്റ്റൻസിലെ പോയിൻ്റാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്കറിയാം ഈ ഫോർമുല വെച്ച് തരുന്നതാണ്. എന്നാൽ ഈ ഭാഗത്ത് പൊട്ടൻഷ്യൽ ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഇതിനടുത്ത് വേറെ നെഗറ്റീവ് ചാർജ് കൊണ്ടുവരികയാണെങ്കിൽ ആ നെഗറ്റീവ് ചാർജിന് സാമീപ്യം കൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഇതേ പൊട്ടൻഷ്യൽ കിട്ടാനായിട്ട് ഈ സർഫസ് കുറച്ച് ഇങ്ങോട്ട് ചുരുങ്ങും, ഇങ്ങോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇവിടെയുള്ള സർഫസുകൾ അടുത്തടുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾക്കിടയ്ക്ക് പോസിറ്റീവ് ചാർജിന് സമീപം നോക്കുകയാണെങ്കിൽ ചാർജുകൾക്കിടയ്ക്ക് അതിൻ്റെ ലെയേഴ്സ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ലെയേഴ്സ് അടുത്തടുത്ത് വരും, അകലെ ഇപ്പുറത്താകുമ്പോൾ അത് അകന്നിരിക്കുകയും ചെയ്യും. അതുപോലെ നെഗറ്റീവ് ചാർജിൻ്റെ അപ്പുറത്ത് അകന്നിരിക്കും. അതേസമയത്ത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെ നടുക്കായിട്ട് നെഗറ്റീവ് ചാർജിൻ്റെ ഭാഗത്ത് അടുത്തായിട്ട് വരുന്ന ഭാഗം അടുത്തടുത്ത് തന്നെയായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇരിക്കുന്നത്. അതാണ് ഒരു ഡൈപോളിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിനടുത്തുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ഘടന അതാണ്. അത് ശരിക്കുള്ള ഒരു സ്ഫിയർ ആയിരിക്കില്ല, ഒബ്ലിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഇനി രണ്ട് പോസിറ്റീവ് ചാർജുകളാണ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്തായിട്ട് മാറും? അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ ആ പോസിറ്റീവ് ചാർജ് സാമീപ്യം കൊണ്ട് കൂടാനാണ് സാധ്യത. ഇവിടെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണോ അതേ പൊട്ടൻഷ്യൽ കിട്ടാനായിട്ട് പൊട്ടൻഷ്യൽ കുറയ്ക്കേണ്ടി വരും. ശരിയല്ലേ? കുറയ്ക്കണമെങ്കിൽ ഇതിൽ നിന്ന് അകലണം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം ലേയേഴ്സ് അകന്നു വരും. രണ്ട് പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജിൻ്റെ നടുക്കുള്ള ഭാഗത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ഡിസ്റ്റൻസുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറച്ച് ഈ ചാർജിൽ നിന്ന് അകന്ന് നിൽക്കും. ഇവിടെ ഈ ചാർജിൽ നിന്ന് അകന്ന് നിൽക്കും ആ പോസിറ്റീവ് ചാർജിൻ്റെ സാമീപ്യം കൊണ്ട്. അതുപോലെ ഇതിൻ്റെ സാമീപ്യം കൊണ്ട് അതിൻ്റെ അടുത്തും ഈ ഇടയ്ക്കുള്ള ഭാഗത്ത് സർഫസുകൾ അകന്നു നിൽക്കും, ഈ ഭാഗത്തെ വെളിയിലുള്ള ഭാഗത്തെ അപേക്ഷിച്ച്. അതായിരിക്കും അതിൻ്റെ ഘടന. നെഗറ്റീവ് ചാർജിൻ്റെ കേസിലും അതേ രീതി തന്നെ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇൻ ദ കേസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫീൽഡ് ലൈൻസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എല്ലാ കേസിലും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഫീൽഡ് ലൈൻസ് നോർമൽ അല്ല എന്ന് കരുതുക. ഇഫ് പോസിബിൾ ലെറ്റ് ഇറ്റ് ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഫീൽഡ് ലൈൻ ഇങ്ങനെയാണ്, ഈ വെക്ടർ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. അല്പം ചരിഞ്ഞിട്ട്, നോർമൽ ആകാതെ അല്പം ചരിഞ്ഞിട്ട് ആണെന്ന് വിചാരിക്കുക. ദെൻ ദെയർ വിൽ ബി എ കമ്പോണൻറ്റ് എലോങ് ദ സർഫസ്. ഈ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു മോഡുലസ് ഉള്ള കമ്പോണൻറ്റ് ഈ സർഫസിന് പാരലായിട്ട് നമുക്ക് റിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും in order to move a unit positive charge from one point to another point on the surface, work has to be done by the field or against the field. ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബൈ ദ ഫീൽഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻസ്റ്റ് ദ ഫീൽഡ് ചെയ്യേണ്ടി വരും. സോ in order to move a unit positive charge along this surface, work has to be done. That means ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ രണ്ട് പോയിൻ്റ് ഇടയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് പൊട്ടൻഷ്യൽ രണ്ട് ഭാഗത്തും വ്യത്യസ്തമായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. കാരണം എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഹാവിങ് ദ സെയിം പൊട്ടൻഷ്യൽ എന്നാണ്. ഒരേ പൊട്ടൻഷ്യലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെ ഒരു ലോക്കസ്, ഒരു കളക്ഷനാണ് എന്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇങ്ങനെ കമ്പൗണ്ട് വരുന്നതുകൊണ്ട് അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ല എന്ന് വരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ഫീൽഡ് ലൈൻ ഒരിക്കലും ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ നോർമലായിട്ടല്ലാതെ വരത്തില്ല, ചരിഞ്ഞ് വരത്തില്ല. അത് ആക്ച്വലായിട്ട് എങ്ങനെ വരണം? ഇതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. ഇതാണ് കറക്റ്റ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് വരയ്ക്കാൻ പാടില്ല? ഈ രീതിയിൽ ഡയഗ്രം ഉണ്ടാവില്ല. ഓക്കെ, സോ ഫീൽഡ് ലൈൻസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ആക്ച്വലായിട്ടുള്ള സർഫസും ഇക്വിപൊട്ടൻഷ്യൽ ആകാം.
ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ് അതിലുള്ളെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിലും എല്ലാ സർഫസിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വിതരണം ചെയ്യപ്പെടും. അതിൻ്റെ ഡിഫറൻറ്റ് ഭാഗത്തെ പൊട്ടൻഷ്യൽസ് സെയിം ആകുന്നത് വരെ അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്ത് അത് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ ആകുമ്പോൾ ആ കണ്ടക്ടറിനും നോർമലായിട്ടായിരിക്കും ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരിക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസായി മാറുന്നതുകൊണ്ട്. സോ ഒരു ചാർജ് കണ്ടക്ടർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ആ കേസിൽ ഫീൽഡ് ലൈൻസ് ആ സർഫസിന് നോർമലായിരിക്കും. അത് പോസിറ്റീവ് ചാർജിന് പുറത്തേക്കായിരിക്കും, നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് അതിനകത്തേക്കായിരിക്കും. സോ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് surface will be perpendicular to the field lines, or field lines will be perpendicular to the equipotential surface or perpendicular to any conductor, surface of any conductor. ഒരു ചാർജ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന് നോർമലായിട്ട് പുറത്തേക്കായിരിക്കും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, നോർമലായിട്ട് അകത്തേക്കായിരിക്കും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ. പക്ഷേ അതിൻ്റെ അകത്ത് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ വിൽ ബി 0. ഓക്കെ. പ്രിയമുള്ള കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ്. ഒരു പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും ആ പോയിൻറ്റിൽ തന്നെ പൊട്ടൻഷ്യലുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ റിലേഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിൻറ്റ് ഇൻ എനി ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. എന്താണ്? The intensity of electric field at any point in any direction is equal to negative of the potential gradient in that direction. ഇപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് ഒരു ഫീൽഡ് ആക്ട് ചെയ്യുന്നതായിട്ടാണ്. ഒ എന്നത് ഒറിജിൻ, അതിൽ നിന്ന് എ എന്നും ബി എന്നും ഉള്ള രണ്ട് പോയിൻറ്റ്സിൽ ആർ എന്ന ഡിസ്റ്റൻസിൽ, അതുപോലെ ആർ പ്ലസ് ഡെൽറ്റ ആർ എന്ന ഡിസ്റ്റൻസിലാണ് ബി എന്ന് പറയുന്നത്. ആ രണ്ട് പോയിൻറ്റ്സുള്ള രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്ന്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എ ഈക്വൽസ് വി എന്നെടുത്തിരിക്കുന്നു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി ഈക്വൽസ് വി പ്ലസ് ഡെൽറ്റ വി എന്നെടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ചേഞ്ച് ഡിസ്റ്റൻസിൽ വന്നപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടായ ചേഞ്ചാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ഓർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഫോർ ദ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ is given by delta V by delta R. This is the average rate of change of potential with respect to distance or potential gradient, average potential gradient between A and B. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അറ്റ് ദ പോയിൻ്റ് എ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഡെൽറ്റ ആർ ഈസ് മെയ്ഡ് വെരി വെരി സ്മോൾ, ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അറ്റ് ദ പോയിൻ്റ് എ ഈസ് ഗിവൺ ബൈ ലിമിറ്റ് ഡെൽറ്റ ആർ ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ദിസ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ്. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അറ്റ് എ ഇൻ ദ ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും എ എന്ന് പറയുന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യലായ വിയും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് നേരെ എതിരായിട്ട്, അതായത് ഫീൽഡ് റൈറ്റിലേക്കാണ്, അതിന് ഫീൽഡിനെതിരായിട്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് കണ്ടുപിടിക്കും. ഡെൽറ്റ ആർ വെക്ടർ എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട് സംഭവിക്കുമ്പോൾ ഫീൽഡിനെതിരായിട്ട് ചെയ്യപ്പെട്ട വർക്ക് കണ്ടുപിടിക്കും. ആ വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലിന് തുല്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബന്ധം കണ്ടെത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ഇങ്ങോട്ട് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഗിവൺ ബൈ എഫ് എക്സ്റ്റേണൽ വെക്റ്റർ. എഫ് എക്സ്റ്റേണൽ വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എക്സൈറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഫീൽഡിന് നേരെ എതിരായിട്ട് വരും. നമുക്കറിയാം ഫീൽഡാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ വെക്റ്റർ എന്ന് പറയാം.
മൈനസ് ഇ വെക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് യൂണിറ്റ് പോസിറ്റീവിന് മൂവ് ചെയ്യിച്ച് ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദിസ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ടു ബി ഡൺ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽസ് എഫ് എക്സ്റ്റേണൽ വെക്റ്റർ ഡോട്ട് ഡെൽറ്റ ആർ വെക്റ്റർ. ഡെൽറ്റ ആർ വെക്റ്റർ ലെഫ്റ്റിലേക്കുള്ള ഒരു വെക്ടറാണ്. ഡെൽറ്റ ആർ എന്ന് ചേഞ്ച് റൈറ്റിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ആർ വെക്ടർ ലെഫ്റ്റിലേക്കുള്ള ഒരു വെക്ടറാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കൊടുത്ത് നോക്കാം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ വെക്ടർ ഡോട്ട് ഡെൽറ്റ ആർ വെക്ടർ. ഇതിൽ ഈ വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിലേക്കുള്ള വെക്ടറാണ്. ഇ എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ മോഡുലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇ ഇൻറ്റു ആർ ക്യാപ്പായിട്ട് എഴുതാൻ പറ്റും ഈ വെക്ടറിനെ. അതുപോലെ ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കുള്ളൊരു വെക്ടറാണ്. അതിന് റൈറ്റിലേക്കുള്ള ചേഞ്ചായ ഡെൽറ്റ ആറിൻ്റെ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ആർ ഇൻറ്റു എ യൂണിറ്റ് വെക്ടർ ടുവേഴ്സ് ലെഫ്റ്റ്, ദാറ്റ് മീൻസ് ഇൻറ്റു മൈനസ് ആർ ക്യാപ്പ്. സോ വി ഗെറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ഇ ഇൻറ്റു ആർ ക്യാപ്പ് ഡോട്ട് ഡെൽറ്റ ആറ് ഇൻറ്റു മൈനസ് ആർ ക്യാപ്പ്. ഈ രീതിയിലാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും പോയി. സോ വി ഗെറ്റ് ഇ ഇൻറ്റു ഡെൽറ്റ ആറ് ഇൻറ്റു ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു 1 ഓർ ഇ ഇൻറ്റു ഡെൽറ്റ ആർ. ദിസ് ഈസ് ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഈ വർക്ക് എന്തായിട്ട് മാറും? ഇവിടുന്ന് ഇങ്ങോട്ട് ബിയിൽ നിന്ന് എയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫീൽഡിനെതിരായിട്ട് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് ഇവിടുത്തെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലായിട്ട് വരും. ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യലാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വർക്ക് ഡൺ ഈസ് ഓൾസോ ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഓൾസോ ഈക്വൽ ടു ദ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് ഫൈനൽ പൊട്ടൻഷ്യൽ വി എ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ വി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി പ്ലസ് ഡെൽറ്റ വി ഈക്വൽസ് മൈനസ് ഡെൽറ്റ വി. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി. അതുകൊണ്ട് നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. ദെർഫോർ വി ഗെറ്റ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ ഈക്വൽസ് മൈനസ് ഡെൽറ്റ വി ഓർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ. This is the average electric field between A and B. So this becomes the electric field at the point A if we make delta R very very small. That means as delta R tends to 0, delta V also tends to 0, and this ratio tends to minus dV by dr. So we get E is equal to limit, E means electric field at the point A equals limit delta R tends to 0 minus delta V by delta R, or it is equal to minus limit delta R tends to 0 delta V divided by delta R, or it is equal to minus dV by dr. നമുക്കറിയാം dV by dr എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ടുവേഴ്സ് റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വെക്ടർ ടുവേഴ്സ് റൈറ്റ്. സോ intensity of electric field at the point A towards right is equal to minus the potential gradient towards right minus dV by dr. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് നമുക്കറിയാം ആർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നത്. കാരണം ഫീൽഡ് റൈറ്റിലേക്കാണെങ്കിൽ ഫീൽഡിൻ്റെ ദിശയിൽ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് dV by dr എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും, മൈനസ് ഓഫ് dV by dr പോസിറ്റീവ് ആകും. ആക്ച്വലി റൈറ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്, അതുകൊണ്ട് പോസിറ്റീവ് ആണെന്നുള്ളത് ആ ഒരു റിയാലിറ്റിയെ സാധൂകരിക്കുന്നു. സോ ഈ ഈക്വൽ മൈനസ് dV by dr. അതാണ് ആ പോയിൻ്റ് റിലേഷൻ. ഇത് ലെഫ്റ്റിലേക്കായിരുന്നു എങ്കിൽ ഈ dV by dr എടുക്കുന്നത് ലെഫ്റ്റിലേക്കാണെങ്കിൽ dV by dr ലെഫ്റ്റിലേക്ക് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഡിക്രീസ്ഡ്.
ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഡി ബൈ ഡി ആർ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഉള്ള ചേഞ്ച് എടുക്കുമ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഡി വി ബൈ ഡി ആർ നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള ഫീൽഡ് എടുത്താൽ മൈനസ് എന്ന് കിട്ടും, ഇതിൻ്റെ നെഗറ്റീവായിട്ട് കിട്ടുമെന്നർത്ഥം. അതുകൊണ്ട് ആക്ച്വൽ ആയിട്ടുള്ള ഫീൽഡ് റൈറ്റിലേക്ക് തന്നെയാണെന്ന് അത് തെളിയിക്കുന്നു. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ intensity of electric field and potential at a point in an electric field. Okay.